ഇന്ന് നമുക്ക് കോൺസ്റ്റബിൾ കനകം എന്ന തെലുങ്ക് വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ കഥ നോക്കിയാലോ. ഇതിൽ മുഴുവനും 4 എപ്പിസോഡുകളാണുള്ളത്. ആദ്യത്തെ സീസൺ കാണാത്തവർക്കായിട്ട് വീഡിയോ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടേ, കാണാൻ മറക്കരുതേ. ആദ്യത്തെ സീസൺ അവസാനിക്കുന്ന സമയത്ത് റേപ്പല്ല എന്ന ഗ്രാമത്തിലെ കാട്ടിൽ പെൺകുട്ടികൾ കാണാതാകുന്നതിന് പിന്നിൽ ആ നാട്ടിലെ പ്രസിഡന്റിന്റെ ദുർമന്ത്രവാദമാണെന്നും അതിനായിട്ട് ബലി കൊടുക്കുന്നതാണെന്നും കനകം കണ്ടെത്തി. പക്ഷേ കാട്ടിൽ വെച്ച് കാണാതായ കൂട്ടുകാരിയെ ചന്ദ്രിക എവിടെയാണെന്ന് കണ്ടെത്തിയതേയില്ല. ചന്ദ്രിക എവിടെയാണെന്നുള്ളതാണ് രണ്ടാമത്തെ സീസണിൽ കാണിക്കുന്നത്. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ ചന്ദ്രികയെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ചന്ദ്രികയ്ക്കടുത്തേക്ക് കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് കറുത്ത തുണി കൊണ്ട് മുഖമൊക്കെ മറച്ചൊരാൾ വരുന്നു. അയാൾ അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവളുടെ കയ്യിൽ ആണിയടിക്കുകയും ചെയ്തു. ഉറക്കെ കരയുകയാണ് ചന്ദ്രിക. സത്യത്തിലത് കനകത്തിന്റെ സ്വപ്നമായിരുന്നു. സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാണ് കനകം. കനകം പതിവ് പോലെ കാക്കയ്ക്കും ചോറ് വെച്ച് സ്റ്റേഷനിലേക്ക് പോകും. പക്ഷേ കനകത്തിന്റെ മനസ്സ് മുഴുവൻ അവൾ കണ്ട സ്വപ്നമായിരുന്നു. എന്നാൽ അന്ന് അറസ്റ്റ് ചെയ്ത പ്രസിഡന്റ് ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലാണ്. സ്റ്റേഷനിലേക്ക് എത്തിയ കനകത്തിനെ പോലീസുകാരാണെങ്കിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ആ ഗ്രാമത്തിലെ നിഗൂഢത നിറഞ്ഞ കേസ് കനകം തെളിയിച്ചതിന്റെ വാർത്തയായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത്. അതേസമയം തന്നെ പഴയ ഫയൽ എടുക്കുവാനായി പോകുന്ന മറ്റൊരു കോൺസ്റ്റബിളിനെ ഒരു തേള് കടിക്കുകയാണ്. വേദന കൊണ്ട് കരയുന്ന കോൺസ്റ്റബിളിനടുത്തേക്ക് മറ്റുള്ളവർ ഓടിയെത്തും. കടിച്ച തേളിനെ ചവിട്ടി കൊല്ലുവാനായി പോകുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള സാംബശിവൻ തടയുന്നു. കാരണം ചികിത്സ നടത്തുന്ന ഭക്തുറാളമ്മ തേളിന് വല്ലതും സംഭവിച്ചാൽ ചികിത്സ നടത്തില്ലത്രേ. അങ്ങനെ ഭക്തുറാളമ്മ അവിടേക്ക് എത്തുകയാണ്. വന്ന ഉടനെ തന്നെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് തേളിനെ ഒരു കുപ്പിയിലാക്കി അടയ്ക്കും. അതിനുശേഷമാണ് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നതും. ഭക്തുറാളമ്മയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു കനകം. പ്രസിഡന്റ് നടത്തിയ ആഭിചാര കർമ്മത്തിൽ തേളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന കാര്യം കനകത്തിന് ഓർമ്മ വരും. ഉടനെ തന്നെ കനകം ഭക്തുറാളമ്മയെ ഫോളോ ചെയ്യും. കാട്ടിലേക്കെത്തിയ ഭക്തുറാളമ്മ തേളിനെ കാട്ടിലായി ഇറക്കി വിടുന്നു. എന്നാൽ തന്നെ കനകം ഫോളോ ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി. നീ എന്നെ ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിപ്പോൾ വേദന കൊണ്ട് കലങ്ങിക്കിടക്കുകയാണ്. ആദ്യം നീ ശാന്തമായി നീ തന്നെ ആദ്യമേ ഇരുന്ന് ചിന്തിക്ക്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഭക്തുറാളമ്മ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന കനകമാണെങ്കിൽ ചന്ദ്രികയെ പറ്റി ഓരോന്ന് ആലോചിക്കുവാനായും തുടങ്ങി. അപ്പോഴാണ് മുൻപ് ചന്ദ്രിക ആർക്കോ മണി ഓർഡർ അയച്ച കാര്യം അവൾക്ക് ഓർമ്മ വരുന്നതും. അടുത്ത ദിവസം പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ കനകം ചന്ദ്രിക മണി ഓർഡർ അയച്ച ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പക്ഷേ ആ ഒരു ബുക്ക് ഹെഡ് ഓഫീസിൽ പോയതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് വരുവാനായിട്ട് പറയുന്നു. അങ്ങനെ കനകം തന്നോട് ഏറ്റവും നന്നായിട്ട് സഹകരിക്കുന്ന ഹെഡ് കോൺസ്റ്റബിൾ ആയ സാംബശിവനോട് ചന്ദ്രികയുടെ കേസിന്റെ കാര്യം പറയും. കേസ് ഫയൽ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ്. കമ്മീഷണർ ആ ഫയൽ കണ്ടു കഴിഞ്ഞാൽ കേസ് ക്ലോസ് ചെയ്യും. പിന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ കാര്യത്തിൽ സൈലന്റ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഇതെല്ലാം വിട്ടുകളയുവാനായിട്ടും സാംബശിവൻ പറയുന്നു. ഞാനും ശ്രദ്ധിച്ചു അച്ഛനും അമ്മയും പ്രതികരിച്ചില്ലല്ലോ എന്ന്. കനകം അത് പറയുമ്പോൾ അന്നിവിടെ വന്ന ചന്ദ്രികയുടെ അച്ഛനോട് ചന്ദ്രികയ്ക്ക് സംഭവിച്ചതെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ സൈലന്റ് ആയിരുന്നു എന്നാണ് സാംബശിവന്റെ മറുപടിയും. അതൊക്കെ കനകമിരുന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചന്ദ്രിക ഉൾപ്പെടെ മരണപ്പെട്ട പെൺകുട്ടികളുടെ ബലിതർപ്പണം നടക്കുകയായിരുന്നു. പക്ഷേ ചന്ദ്രികയുടെ ഫോട്ടോയ്ക്ക് മുന്നിലുള്ള ബലിച്ചോറ് മാത്രം കാക്ക എടുത്തില്ല. അതോടെ ചന്ദ്രിക ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം കനകത്തിന് മനസ്സിലായി. കനകമാണെങ്കിൽ എസ് ഐക്ക് അടുത്തെത്തിയിട്ട് ചന്ദ്രിക മരിച്ചിട്ടില്ല, ബലിച്ചോറ് കാക്ക എടുത്തില്ല, ചന്ദ്രിക ജീവനോടെയുണ്ട്. ചന്ദ്രികയെ കണ്ടെത്താൻ എനിക്കൊരു അവസരം കൂടി തരണമെന്നും എസ് ഐയോട് പറയുന്നു. എസ് ഐ എങ്ങനെ കമ്മീഷണറുടെ ഓഫീസിൽ വിളിക്കുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കോൾ എടുക്കുന്നത്. ചന്ദ്രികയുടെ കേസ് ഫയൽ 3 ദിവസത്തേക്ക് കമ്മീഷണറുടെ ടേബിൾ എത്താതെ നോക്കണമെന്നും ആ ഒരു ഓഫീസറിനോട് എസ് ഐ പറയുന്നു. അതിനയാളും സമ്മതിക്കും. 3 ദിവസം നിനക്ക് ടൈമുണ്ട്, അതിനുള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും എസ് ഐ പറയും. അങ്ങനെ കനകമാണെങ്കിൽ ചന്ദ്രികയെ പറ്റി അന്വേഷിക്കുവാനായും ആരംഭിക്കുന്നു. ചന്ദ്രികയെ ആദ്യം പരിചയപ്പെടുമ്പോൾ തന്നെ അവൾ വൈശാഖിൽ നിന്നാണ് വന്നതെന്നാണ് ചന്ദ്രിക കനകത്തോട് പറഞ്ഞിരുന്നത്. കനകം അങ്ങനെ വൈശാഖിലേക്ക് പുറപ്പെടും. ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് എത്തിയതും. അവിടെ ചന്ദ്രികയുടെ അമ്മയും അമ്മായിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചന്ദ്രികയുടെ അമ്മയുടെ അടുത്തിരിക്കുന്ന കനകം എനിക്ക് അവളെ രക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞ് കരയും. പോട്ടെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിക്കും. നല്ല മഴ സമയമായിരുന്നു. മഴ പെയ്യുവല്ലേ, ഇന്ന് പോകണ്ട. ചന്ദ്രികയുടെ റൂമിൽ കിടന്നു. അവിടെ അവളുടെ ഡ്രസ്സുമുണ്ട്. അച്ഛൻ വന്നിട്ട് നാളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുമെന്നും അമ്മ പറയും. അങ്ങനെ കനകമാണെങ്കിൽ റൂമിലേക്ക് എത്തുകയാണ്. അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടായിരുന്നു.
ചന്ദ്രികയുടെ റൂമിലെത്തിയ കനകമാണെങ്കിൽ ചന്ദ്രികയെ ഓർത്ത് കരയുകയാണ്. മാത്രവുമല്ല, ഡ്രസ്സ് മാറുവാനായിട്ട് ചന്ദ്രികയുടെ അലമാര തുറക്കവേ അതിൽ രക്തം പുരണ്ട ചന്ദ്രികയുടെ ഷോൾ കണ്ടു. ആ ഷോൾ ആയിരുന്നു അന്ന് ചന്ദ്രികയെ കാണാതായ ദിവസവും അവൾ ധരിച്ചിരുന്നത് എന്നുള്ള കാര്യം കനകത്തിന് ഓർമ്മ വരും. കനകമാണെങ്കിൽ ആ ഷോൾ കയ്യിലെടുത്ത് വെച്ച് ഞെട്ടി നിൽക്കുകയാണ്. അതേ സമയമായിരുന്നു ചന്ദ്രികയുടെ അച്ഛൻ അവിടേക്ക് വന്നതും. അമ്മയും അച്ഛനും കനകത്തെപ്പറ്റി എന്തൊക്കെയോ സംസാരിക്കുന്നത് കനകം കതകിന്റെ പൂട്ടിലൂടെ നോക്കുമ്പോൾ കാണുന്നു. അവൾക്ക് എന്തോ വശപ്പിശക് തോന്നും. മാത്രവുമല്ല, അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ ദുരൂഹതയും തോന്നുന്നു. അവിടെയാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നതും. രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയം തന്നെ ചന്ദ്രികയുടെ അച്ഛനും അമ്മയും ഒരു സ്വാമിക്കടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നങ്ങൾ തന്നെ. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും അസുഖങ്ങളും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് സ്വാമിക്കടുത്തെത്തിയിരിക്കുന്നത്. എന്നാൽ സ്വാമി പറയുന്നതോ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരുടെ മകളായ ചന്ദ്രികയ്ക്കാണ് പ്രശ്നം. ചന്ദ്രികയുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് രണ്ടുപേർക്കും മോശ സമയമാണ്. ചന്ദ്രികയുടെ ആ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുവാനായിട്ട് പോകുന്നത് അമ്മയാണെന്നുള്ള കാര്യമാണ് സ്വാമി പറയുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് സ്വാമിയോട് ചോദിക്കുമ്പോഴോ, പരിഹാരമുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന പരിഹാരമായിരിക്കില്ല. നിങ്ങളെ കൊണ്ടതൊരിക്കലും ചെയ്യാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞ് സ്വാമി അതിനുള്ള പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടായി ചന്ദ്രികയുടെ വീട്ടിലിരിക്കുന്ന കനകത്തിനെയാണ് കാണിക്കുന്നത്. കനകത്തിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുവാനായിട്ട് അച്ഛൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ പോവുകയാണ്. പക്ഷേ ചന്ദ്രികയുടെ അച്ഛന്റെ പെരുമാറ്റം കണ്ട് കനകത്തിന് വല്ലാതെ പേടിയാകുന്നു. വളരെ സ്പീഡിനാണ് കാർ ഓടിക്കുന്നതും. ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന മെട്ടിലാണ് കനകം കാറിലിരുന്നതും. ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയോ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നു. കനകം അടുത്തുള്ള ബൂത്തിൽ കയറി താൻ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. സത്യബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കോൾ എടുത്തതും. സത്യബാബു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? പോസ്റ്റ് ഓഫീസിൽ പോയി ചന്ദ്രിക മണി ഓർഡർ അയച്ച ഡീറ്റെയിൽസ് ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? എന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ ഒരു ബൂത്തിലെ നമ്പരും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സത്യബാബു പോസ്റ്റ് ഓഫീസിൽ പോയി ഡീറ്റെയിൽസും വാങ്ങിക്കൊണ്ട് വന്ന് കനകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കനകം പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിലേക്ക് പോവുകയാണ്. അതൊരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലേക്കാണ് കനകം എത്തിയിരിക്കുന്നതും. വീടിന്റെ വാതിൽ തുറന്നിറങ്ങി വരുന്ന ആളിനെ കണ്ട് കനകൻ ഞെട്ടിപ്പോകും. അത് മറ്റാരുമല്ല, ചന്ദ്രിക തന്നെയായിരുന്നു. ചന്ദ്രികയെ കണ്ടതോടുകൂടിയാണ് കനകത്തിന് സമാധാനമായതും. കനകം ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. നീ എവിടെ ആയിരുന്നു? നിനക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കനകൻ ചോദിക്കുമ്പോഴോ ചന്ദ്രിക തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുവാനായും ആരംഭിച്ചു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ചന്ദ്രികയുടെ അച്ഛനും അമ്മയ്ക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളുടെ എല്ലാ ബർത്ത്ഡേയും അച്ഛനും അമ്മയും ആഘോഷിക്കും. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ഇവർ അമ്പലത്തിൽ നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചന്ദ്രികയാണെങ്കിൽ അച്ഛനെ വന്ന് വിളിക്കും. എന്നാൽ അച്ഛനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുക. എന്താ അച്ഛൻ എന്താ ചിന്തിക്കുന്നതെന്ന് ചന്ദ്രിക ചോദിക്കുമ്പോഴോ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇതുവരെയും ഒരു കാര്യം പോലും ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം മറച്ചിട്ടുണ്ട്. അതാണ് നിന്നോട് പറയാൻ പോകുന്നത്. നീ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സ്വന്തം മകളല്ല. ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നിന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്നും അച്ഛൻ പറയുന്നു. അത് കേട്ടതും ചന്ദ്രിക ഞെട്ടിപ്പോകുന്നു. കുട്ടികളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞായിരുന്നു നീ. അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ വളർത്തിയതും. പക്ഷേ നിന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്നുള്ള കാര്യം നിന്റെ അമ്മ മറന്നുപോയിട്ട് വർഷങ്ങളായി. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും അമ്മയ്ക്ക് ഓർമ്മയേയില്ല. പക്ഷേ നിന്നോടൊന്നും ഞാൻ മറച്ചു വെക്കാത്തത് കൊണ്ട് ഇതെനിക്ക് പറയണമെന്ന് തോന്നിയെന്നും അച്ഛൻ പറയുന്നു. അത് കേട്ട് ചന്ദ്രികയ്ക്ക് സങ്കടം വരുമെങ്കിലും ചന്ദ്രിക പറയുന്നത്, എന്നെ ഇത്രയും വർഷം നിങ്ങൾ രണ്ടുപേരും നന്നായിട്ടല്ലേ നോക്കിയത്. എന്നെ യഥാർത്ഥ അച്ഛനും അമ്മയും പോലും ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കിയെന്ന് വരില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും. ഈ ഒരു കാര്യം ഒരിക്കലും അമ്മ അറിയണ്ട. അമ്മ മറന്നതുപോലെ അച്ഛനും ഇത് മറന്നു കളയണമെന്നും ചന്ദ്രിക പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രികയുടെ മനസ്സിൽ അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും കണ്ടെത്തണമെന്ന ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് തന്നെ അവളെ അഡോപ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവൾ കണ്ടെത്തുകയും ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ അവളെ അഡോപ്റ്റ് ചെയ്തത് അതേ ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടുത്തെ സ്റ്റാഫിനെ സ്വാധീനിച്ച് യഥാർത്ഥ അച്ഛന്റെയും അമ്മയുടെയും അഡ്രസ്സ് കണ്ടെത്തുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ അതേ അഡ്രസ്സിലേക്ക് ചന്ദ്രിക എത്തുകയാണ്. കനകം എത്തിയ അതേ വീട്ടിലേക്ക് തന്നെയാണ് ചന്ദ്രികയും എത്തിയിരിക്കുന്നത്. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നു. അവളെ കാണാൻ ചന്ദ്രികയെ പോലെ തന്നെയാണ്. അവളുടെ പേരാണ് സഹസ്ര. യഥാർത്ഥത്തിൽ അത് ചന്ദ്രികയുടെ ഇരട്ട സഹോദരിയാണ്. രണ്ടുപേരും പരസ്പരം കണ്ടതും ഞെട്ടിപ്പോവുകയാണ്. ചന്ദ്രികയും അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവർ രണ്ടുപേരും ഇരട്ട സഹോദരികളാണെന്ന് പരസ്പരം അവർക്ക് മനസ്സിലായി. അങ്ങനെ സഹസ്രയാണെങ്കിൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ചന്ദ്രികയോട് തുറന്നു പറയും. അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു പോയി. അതിൽ പിന്നെ അമ്മയ്ക്ക് നടക്കാനൊന്നും കഴിയില്ലായിരുന്നു.
ദേ ഈ ഇടയായിട്ട് അമ്മയുടെ കാഴ്ചശക്തിയും നഷ്ടമായിട്ടുണ്ട്. ഞാൻ ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും ചന്ദ്രികയോട് സഹസ്ര പറയുന്നു. എന്നാൽ അത് കേട്ട് ചന്ദ്രിക പറയുന്നതോ, അന്ന് എന്നെ അവർ ഏറ്റെടുത്ത സമയത്ത് നിന്നെ കൂടി അവർ ഏറ്റെടുത്തിരുന്നെങ്കിൽ നിന്റെ ലൈഫും ഇതുപോലെ ആകില്ലായിരുന്നല്ലോ എന്നൊക്കെ ചന്ദ്രിക പറയുന്നു. എന്ത് ചെയ്യാനാ, ഇതൊക്കെ എന്റെ വിധിയാണെന്നാണ് സഹസ്ര പറഞ്ഞതും. ഈ വിധി മാറ്റാനായിട്ട് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. നീ ഞാനായിട്ട് മാറണമെന്നും ചന്ദ്രിക പറയും. അതെങ്ങനെയാണെന്ന് സഹസ്ര ചോദിക്കുകയാണ്. അങ്ങനെ ചന്ദ്രികയ്ക്ക് പകരം ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോകുന്നത് സഹസ്രയാണ്. ചന്ദ്രികയാണെങ്കിൽ അവളെ പോലെ തന്നെ സഹസ്രയും അടിപൊളിയായിട്ട് ഒരുക്കി ഇറക്കുന്നു. നല്ല സുന്ദരിയാവുകയാണ്. അത്രയും നാള് മുഷിഞ്ഞ വേഷത്തിലേക്ക് നടന്ന സഹസ്രയാണെങ്കിൽ ഇപ്പോൾ നല്ല സുന്ദരിയെ ഒരുങ്ങി മാറിയപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാകും. പിന്നീടുള്ള ദിവസങ്ങളിൽ ചന്ദ്രികയ്ക്ക് പകരം ആ വീട്ടിലുണ്ടായിരുന്നത് സഹസ്രയായിരുന്നു. പക്ഷേ ചന്ദ്രികയുടെ വീട്ടിലെ ജീവിതം സഹസ്രയ്ക്ക് അത്ര ഇഷ്ടമായതേയില്ല. അവിടെ അവൾ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല ചന്ദ്രികയുടെ അച്ഛനാണെങ്കിൽ അവൾക്ക് ഒരുപാട് മാരേജ് പ്രപ്പോസൽസും കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ചന്ദ്രികയ്ക്ക് ആ ഒരു കല്യാണത്തിനോടൊന്നും ഒട്ടും താല്പര്യമേയില്ല. കാരണം കോളേജിൽ പഠിക്കുന്ന ശേഖർ എന്ന പയ്യനുമായിട്ട് ചന്ദ്രിക പ്രണയത്തിലായിരുന്നു. അത് അച്ഛനോട് പറയുവാനായിട്ട് അവൾക്ക് ധൈര്യവുമില്ല. എന്നാൽ അച്ഛനാണെങ്കിൽ മറ്റൊരു വിവാഹം അവൾക്ക് വേണ്ടി ഉറപ്പിച്ചു. എന്നാൽ ചന്ദ്രിക അച്ഛനടുത്തേക്ക് എത്തിയിട്ട് അച്ഛനോടൊരു കാര്യം പറയും. അച്ഛാ, എനിക്ക് പഠിക്കണം. ഞാനിപ്പോൾ ഫൈനൽ ഇയർ അല്ലേ. ഇതും കൂടെ കഴിഞ്ഞിട്ട് കല്യാണം വെച്ചാൽ മതിയെന്ന് അച്ഛനോട് പറയുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാമല്ലോ എന്നായിരുന്നു പറഞ്ഞതും. എന്നാൽ ചന്ദ്രിക പറയുന്നത്, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. തപ്പടുകൊല്ലു എന്ന ട്രഡീഷണൽ ഫോക്ക് ഡാൻസിനെ കുറിച്ചാണ് താൻ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും അതിനു വേണ്ടിയിട്ട് റേപ്പല്ലി എന്ന സ്ഥലത്തേക്ക് പോകണമെന്നും ചന്ദ്രിക അച്ഛനോട് പറയുന്നു. അച്ഛൻ അതിന് സമ്മതിക്കും. പയ്യനോട് ഞാൻ സംസാരിക്കാമെന്നും അച്ഛൻ പറയുന്നു. ചന്ദ്രികയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെയാണ് ചന്ദ്രിക റേപ്പല്ലിയിലേക്ക് വന്നത്. പക്ഷേ ചന്ദ്രികയ്ക്കൊപ്പം അവളുടെ അമ്മായിയും കൂടി അച്ഛൻ പറഞ്ഞു വിടുന്നുമുണ്ട്. എന്നാൽ ശേഖറാണെങ്കിൽ ദുബായിലാണ്. ശേഖറില്ലാതെ ചന്ദ്രികയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രിക നേരെ വരുന്നത് സഹസ്രയ്ക്കടുത്തേക്കാ. നീ എന്നെ ഒരിക്കൽ കൂടി സഹായിക്കണം. ശേഖർ ദുബായിലാണ്. ശേഖറില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവൻ ഈ മാസം നാട്ടിൽ വരും. ഇപ്പോൾ എന്റെ കൂടെ ആന്റിയും ഉണ്ടല്ലോ. അതുകൊണ്ട് ശേഖർ വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഇവിടേക്ക് വരാം. നീ എനിക്ക് പകരം ട്രേപ്പല്ലിയിലേക്ക് പോകണം. അവിടെ പോയി ഞാനായിട്ട് നീ അഭിനയിക്കണമെന്നും സഹസ്രയോട് പറയുന്നു. എന്നാൽ സഹസ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ നീ നേരെ പോയി നിന്റെ അച്ഛനോട് പറയണം. അല്ലാതെ ഈ ഒരു കാര്യത്തിലൊന്നും എന്നെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സംസാരിക്കുന്നു. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ കരഞ്ഞ് കാല് പിടിക്കുകയാണ്. ശേഖറില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ എനിക്ക് മരിക്കാനേ കഴിയൂ എന്ന് പറഞ്ഞാണ് ചന്ദ്രിക കരയുന്നതും. അങ്ങനെ ചന്ദ്രികയുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് സഹസ്രയാണ് പിന്നീട് ആ ഒരു മാസം മുഴുവനും ചന്ദ്രികയായിട്ട് റേപ്പല്ലിയിൽ വന്ന് അഭിനയിച്ചതും. എന്നാൽ ദുബായിൽ നിന്നും ശേഖർ വന്നില്ല. ശേഖറിന്റെ കോൺട്രാക്ട് നീണ്ടുപോയതുകൊണ്ട് തന്നെ ശേഖർ ദുബായിൽ തന്നെ തുടർന്നു. നിന്നോടൊപ്പം ചന്ദ്രിക എന്ന പേരിൽ ഉണ്ടായിരുന്നത് ഞാനല്ല, സഹസ്രയാണ്. സഹസ്ര എപ്പോഴും എനിക്ക് ലെറ്റർ എഴുതുമായിരുന്നു. എന്നാൽ കുറച്ചു ദിവസം അവളുടെ ലെറ്റർ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അവളെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നു. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെയും അമ്മയുമാണ് ഞാൻ കണ്ടത്. എന്നെ കണ്ടതും അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്നും സഹസ്രയെ കാണാതായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞു. ഇത്രയും നാൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് എന്റെ സഹോദരിയെ സഹസ്രയാണെന്നും അവളെ എത്രയും വേഗം കണ്ടെത്തണം, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്നും ചന്ദ്രിക പറയുമ്പോഴോ, വേണ്ട, നീ ഇത്രയും ദിവസം എവിടെയാണോ നിന്നത് കുറച്ചു ദിവസം കൂടി നീ അവിടെ പോയി നിൽക്കണം. ഇതിനെല്ലാം പിന്നിൽ എന്റെ ശത്രുക്കളാണ്. നമുക്ക് രഹസ്യമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാം. എന്നിട്ട് സഹസ്രയെ കണ്ടുപിടിക്കാമെന്നും അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ തിരികെ ഇവിടേക്ക് വന്നതും. സഹസ്ര എഴുതിയിരുന്ന ലെറ്ററിലെല്ലാം നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. നീ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നുവെന്നും അവൾ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നുവെന്നും അവളുടെ ലെറ്ററിൽ നിന്നും എനിക്ക് മനസ്സിലായി. നിനക്ക് വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. നിന്നെ അവൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. നീ വരുമെന്ന് അവൾ കരുതുന്നുണ്ട് എന്നും ചന്ദ്രിക പറയുമ്പോഴോ, മനസ്സ് തകരുന്ന വേദനയിൽ തന്റെ ബാഗുമെടുത്ത് കനകം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ കയറി സഹസ്രയ്ക്ക് വേണ്ടിയിട്ട് കനകം പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടുകൂടി രണ്ടാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയം കനകം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. കോൾ എടുക്കുന്നതോ സാംബശിവനായിരുന്നു. കനകത്തിന്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുന്നുവെന്നും ആന്റി വിളിച്ച് പറഞ്ഞുവെന്നും സാംബശിവൻ പറയുന്നു. അങ്ങനെ കനകം നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ അവളുടെ ആന്റി ഉണ്ട്. പക്ഷെ ആന്റിയോടൊന്നും അവൾ മിണ്ടുന്നത് പോലുമില്ല. അകത്ത് കയറി അച്ഛനെ കാണും. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവളെ യൂണിഫോം ഇട്ട് കാണണമെന്നായിരുന്നു. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ഛന് മുന്നിലേക്ക് അവൾ യൂണിഫോം ഇട്ട് വരും. അവളെ യൂണിഫോമിൽ കണ്ടതും അച്ഛൻ മരണപ്പെടുകയാണ്. അത് കണ്ടതും അവൾ തകർന്നു പോകുന്നു. അങ്ങനെ അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സ്റ്റേഷനിൽ നിന്നും ഒരുപാട് പേരെത്തുന്നുണ്ട്. അപ്പോഴാണ് കനകം അവരോട് സംസാരിക്കുന്നതും. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ദൈവം
നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് തരും. അതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാ. എനിക്കിപ്പോൾ നിങ്ങളെ തന്നില്ലേ എന്ന് സാംബശിവനെ നോക്കി പറയുന്നു. സാംബശിവനെ അവൾ അവളുടെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നതും. മാത്രവുമല്ല, എനിക്ക് സഹസ്രയും കൂടി തന്നില്ലേ എന്ന് പറയും. സഹസ്രയോ? അതാരാന്ന് സാംബശിവൻ ചോദിക്കുന്നു. അപ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം കനകം തുറന്നു പറയുന്നതും. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് പുറത്തെന്തോ ബഹളം കേൾക്കുന്നതും. അവളുടെ ആന്റിയെ ആരോ വന്ന് ശല്യപ്പെടുത്തുകയാണ്. അവനെ കനകം ഒരുപാട് തല്ലുകയും ഇനി എന്റെ ആന്റിയെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ആന്റിക്ക് അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ ഇനി ഒട്ടും പേടിക്കണ്ട, നിങ്ങളുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഞാനുണ്ടെന്നും കനകം ആന്റിയോട് പറയുന്നു. ആന്റിക്കും ഒരുപാട് സന്തോഷമായി. അതേ സമയത്തായിരുന്നു ചന്ദ്രികയുടെ അച്ഛനും അമ്മയും കനകത്തിന്റെ വീട്ടിലേക്ക് വരുന്നതും. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ചന്ദ്രികയുടെ അച്ഛനാണെങ്കിൽ കനകത്തിനോട് പറയുന്നുണ്ട്, എനിക്കൊന്നല്ല, രണ്ട് പെൺമക്കളാണുള്ളത്. പക്ഷേ അതിലിപ്പോൾ ഒരാൾ മാത്രമാണുള്ളത്. അടുത്ത ആളിനെ എത്രയും വേഗം കണ്ടെത്തണം. അത് നിന്നെ കൊണ്ട് കഴിയും. ഇത്രയും നാള് ഞാൻ നിനക്കൊരു സഹായം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നു മുതൽ എൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. പാരൻസ് എന്ന നിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. പക്ഷേ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ നീ വിജയിച്ചിരിക്കുകയാണ്. എത്രയും വേഗം നീ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ സഹസ്രയെ കണ്ടെത്തണമെന്നും ചന്ദ്രികയുടെ അച്ഛൻ പറയുന്നു. അത് കേട്ടതും കനകത്തിന് ഒരുപാട് സന്തോഷമായി. അച്ഛനും അമ്മയും പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ കാറിൽ ഡ്രൈവർ ഇല്ലാത്ത കാര്യം കനകം ശ്രദ്ധിക്കും. മുൻപ് സഹസ്രയെ റേപ്പല്ലിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് സതീഷ് എന്ന ഡ്രൈവറായിരുന്നു. ആ ഡ്രൈവറിനെ കാണാത്തത് കൊണ്ട് തന്നെ എന്താ സതീഷ് വന്നില്ലേ എന്ന് അച്ഛനോട് ചോദിക്കും. സതീഷോ? അവനെന്ന് റേപ്പല്ലിയിൽ നിന്ന് വന്നതിൽ പിന്നെ അവൻ രാജിവെച്ചു. എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയില്ല എന്നും ചന്ദ്രികയുടെ അച്ഛൻ പറയും. അത് കേട്ടതും കനകത്തിന് നല്ല സംശയം തോന്നും. അങ്ങനെ കനകം നേരെ എത്തുന്നത് ചന്ദ്രികയുടെ അമ്മായിക്കടുത്തേക്കാണ്. സത്യത്തിലത് ചന്ദ്രികയുടെ വീട്ടിലെ വേലക്കാരിയാണ്. അമ്മായി എന്നാണ് ചന്ദ്രിക വിളിക്കുന്നത്. അങ്ങനെ അമ്മായിയോട് സതീഷിനെ കുറിച്ച് അന്വേഷിക്കും. അമ്മായി പറയുന്നതോ, സതീഷിന് ചന്ദ്രികയുടെ മേലൊരു നോട്ടമുണ്ടായിരുന്നു. എപ്പോഴും അവളുടെ പിന്നാലെയാ നടക്കുന്നത്. ഒരു ദിവസം ചന്ദ്രികയുടെ ഷോൾ എടുത്തിട്ട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവൻ ചെയ്തു. എനിക്കത് പറയാനൊന്നും കഴിയില്ല. ഞാനത് കണ്ടെന്ന് മനസ്സിലാക്കിയ സതീഷ് എന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. അങ്ങനെയാ ഞാൻ അവനോട് ഇവിടെ നിന്ന് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞതും. അവന് വേറെ ജോലി കിട്ടി പോയതാണെന്ന് ഞാനാ ചന്ദ്രികയുടെ അച്ഛനോട് കള്ളം പറഞ്ഞതെന്നും അമ്മായി പറയുന്നു. അതേ സമയത്തായിരുന്നു ചന്ദ്രികയുടെ രക്തം പുരണ്ട ഷോൾ എടുത്ത് കനകം അമ്മായിയെ കാണിക്കുന്നതും. ഈ ഷോളാണല്ലോ ചന്ദ്രികയെ മിസ്സിംഗ് ആകുന്ന സമയം അവൾ ഇട്ടിരുന്നത്. അപ്പോൾ ആ സതീഷ് തന്നെ അവളോട് എന്തോ ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി അവളുടെ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞ് അമ്മായി പോകുവാനായിട്ട് ഒരുങ്ങുന്ന സമയമായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ സതീഷിനെ ചോദ്യം ചെയ്ത സമയത്ത് സതീഷ് പറഞ്ഞതെന്നും കനകം പറയുന്നു. അപ്പോഴാണ് സതീഷ് എന്താണ് പറഞ്ഞതെന്ന് കാണിക്കുന്നതും. സതീഷിനെ കനകം പോയി കണ്ടിരുന്നു. സതീഷ് പറഞ്ഞത്, ചന്ദ്രികയുടെ അച്ഛൻ ശമ്പളം തരാത്തത് കൊണ്ടാണ് താൻ ജോലി മതിയാക്കിയതെന്നായിരുന്നു സതീഷിന്റെ മറുപടിയും. നിങ്ങൾ റേപ്പല്ലിയിലുള്ള ചന്ദ്രികയുടെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, പോയിരുന്നു. ചന്ദ്രികയെ കാണാതായതിനു ശേഷം ചന്ദ്രികയുടെ അച്ഛനാണ് എന്നെയും കൂട്ടി അവിടേക്ക് പോയത്. ചന്ദ്രികയുടെ ഡ്രസ്സുകളെല്ലാം പറക്കിക്കൊണ്ട് വരുവാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് തറയിൽ നിന്ന് എനിക്കൊരു ഷോള് കിട്ടിയതും. ആ ഒരു ഷോള് ഞാൻ ബാഗിൽ വെച്ചുകൊണ്ടുവന്ന് ചന്ദ്രികയുടെ അച്ഛനെ ഏൽപ്പിച്ചുവെന്നും സതീഷ് പറയുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം ആന്റിയോട് പറയുകയാണ് കനകം. അന്ന് ചന്ദ്രിക ഹോസ്പിറ്റലിൽ നിന്നും നേരെ ഓടി വന്നത് നിങ്ങളുടെ അടുത്തേക്കാണ്. അതിനുശേഷമാണ് ചന്ദ്രികയെ കാണാതായിരിക്കുന്നത്. സത്യം പറ, ചന്ദ്രികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആന്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായി ആരംഭിക്കുന്നത്. അന്നവർക്ക് ആക്സിഡന്റ് സംഭവിച്ച് കനകം ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ചന്ദ്രിക വീട്ടിലേക്ക് പോയത് ഒരു നഴ്സിനൊപ്പമായിരുന്നല്ലോ. എന്നാൽ ആ നഴ്സിന്റെ കാമുകൻ അവളോട് സംസാരിക്കാൻ വന്നതുകൊണ്ട് തന്നെ ചന്ദ്രിക പിന്നീട് ഒറ്റയ്ക്കാണ് നടന്നു പോയതും. എന്നാൽ കാടിനുള്ളിലൂടെ നടന്നു വരുന്ന സമയത്ത് ആരോ തീപ്പന്തവുമായിട്ട് പോകുന്നത് ചന്ദ്രിക കണ്ടിരുന്നു. അതാരാണെന്ന് നോക്കുവാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു പിന്നിലൂടെ വന്ന് ആരോ അവളുടെ വായ് പൊത്തിപ്പിടിച്ചതും. അത് മറ്റാരുമല്ല, ബാബുജിയായിരുന്നു. ബാബുജിയാണെങ്കിൽ അവളോട് മാപ്പ് ചോദിക്കും. അന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവത്തിന് എന്നോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നു. മാത്രവുമല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്നും ബാബുജി പറയുന്ന സമയത്തായിരുന്നു എന്തോ ശബ്ദം അവർ കേൾക്കുന്നത്. ഞാനും ഇവിടെ ആരോ തീപ്പന്തം കൊണ്ട് പോകുന്നത് കണ്ടിട്ടാ ഞാനും ഇവിടേക്ക് വന്നതെന്നും ബാബുജി പറയുന്നു. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട വഴിയിലേക്ക് അവർ നടന്നു പോകുന്ന സമയത്താണ് അവിടെ ഇരുന്ന് ദുർമന്ത്രവാദം ചെയ്യുന്ന പ്രസിഡന്റിനെ കണ്ടതും. മാത്രവുമല്ല, പ്രസിഡന്റിന്റെ കയ്യിൽ കനകത്തിന്റെ ഫോട്ടോ ഇരിക്കുന്നതും ചന്ദ്രിക കണ്ടു. അയ്യോ, പ്രസിഡന്റ് ആണല്ലോ ദുർമന്ത്രവാദം ചെയ്യുന്നത്, അതും കനകത്തിന്റെ ഫോട്ടോ വെച്ചെന്ന് ചന്ദ്രിക പറയുമ്പോൾ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ വേഗം പോയിട്ട് ഗ്രാമത്തിൽ നിന്നും കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും ബാബുജി പറഞ്ഞു. എത്ര തന്നെ ബാബുജി നിർബന്ധിച്ചിട്ടും ബാബുജി വന്നില്ല. അവൻ ചന്ദ്രികയെ പറഞ്ഞുവിടുകയാണ് ചെയ്തതും. ചന്ദ്രിക നേരെ വന്ന് അമ്മായിക്കടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നു. അയ്യോ,
പ്രസിഡന്റിന്റെ ഈ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടണ്ട. പ്രസിഡന്റിനെ ഇവിടെ ഉള്ളവർ ദൈവമായിട്ടല്ലേ കാണുന്നതെന്ന് അമ്മായി പറയുന്നു. അല്ല, പ്രസിഡന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും ചന്ദ്രിക പറയുന്നു. എങ്കിൽ വാ, നമുക്ക് തന്നെ പോയി ഇതെല്ലാം തടഞ്ഞു നിർത്തണമെന്നും പറഞ്ഞ് അമ്മായി അവളെയും കൂട്ടി പോകും. പോകുന്ന വഴിയിലാണ് ചന്ദ്രികയുടെ ഷോളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മരത്തിന് സൈഡിൽ വീഴുന്നതും ആ ഷോളിലാണ് രക്തം പറ്റിയിരുന്നതും. അങ്ങനെ ചന്ദ്രികയാണെങ്കിൽ അമ്മായിയും കൂട്ടി കാട്ടിലേക്ക് വരുന്നു. എവിടെയാണോ പ്രസിഡന്റിനെ കണ്ടത് അതേ സ്ഥലത്തേക്ക് എത്തും. പക്ഷെ അവിടെ തന്നെ ആരുമില്ലായിരുന്നു. ഒരു മന്ത്രവാദം നടന്നതിന്റെയും സൂചനയുമില്ല. ബാബുജിയും കാണുന്നില്ല. ഇവിടെയായിരുന്നു ഞാൻ പ്രസിഡന്റിനെ കണ്ടത്. ഇവിടെയായിരുന്നു മന്ത്രവാദ കളവും ഉണ്ടായിരുന്നത്. ബാബുജിയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മായിക്കടുത്തേക്ക് തിരിയുന്ന സമയം തന്നെയായിരുന്നു തന്റെ കൈവശമിരുന്ന കത്തിയെടുത്ത് അമ്മായി ചന്ദ്രികയുടെ കഴുത്തിൽ വെട്ടുന്നതും. അതോടുകൂടി ചന്ദ്രിക തറയിൽ വീണ് പിടഞ്ഞു മരിക്കുകയാണ്. ഇത് കേട്ട കനകമാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തതെന്ന് കനകം ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു. അപ്പോഴാണ് അമ്മായി, അവൾ മരിച്ചതുപോലെ നീയും ഇനി മരിക്കണം, നീയും ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നൊരു കത്തിയെടുത്ത് കനകത്തെ കുത്തുവാനായി വരുന്നതും. കനകത്തിന്റെ കണ്ണിന് നേരെ നിൽക്കുകയാണ് ആ കത്തി. അതോടുകൂടി മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ അവിടെ അവസാനിക്കും. അവിടേക്ക് എത്തുന്ന പോലീസുകാരാണെങ്കിൽ വേലക്കാരിയെ വസുതയെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് തന്നെ ഒരുവിധം കനകം രക്ഷപ്പെടുകയാണ്. അങ്ങനെ വസുതയെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. എവിടെയാണ് ചന്ദ്രികയുടെ ഡെഡ് ബോഡി എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി നിങ്ങൾ എന്ത് ശിക്ഷ തന്നെ എനിക്ക് തന്നാലും ഞാനത് പറയത്തേയില്ല എന്നും വസുത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് കാരണം തന്നെ എവിടെയാണ് ചന്ദ്രികയുടെ ബോഡി അവർ കുഴിച്ചിട്ടിരിക്കുന്നതെന്നും കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. വസുതയ്ക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടിയെന്ന് സാംബശിവൻ വന്ന് പറഞ്ഞിട്ടും ചന്ദ്രികയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടാത്തതിന്റെ സമാധാനക്കേടായിരുന്നു കനകത്തിന്. അതേ സമയമായിരുന്നു ഒരു മോഷ്ടാവിനെ അവിടേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്. എത്ര ചോദിച്ചിട്ടും അയാൾ സത്യം പറയുന്നതേയില്ല. എന്നാൽ കനകം അവിടേക്ക് വരികയും അയാളെ ചോദ്യം ചെയ്യുവാനായി തുടങ്ങുന്ന സമയത്തായിരുന്നു അയാളുടെ അടുത്ത് കിടക്കുന്ന ചെരുപ്പ് കനകം കാണുന്നത്. അതേ ചെരുപ്പ് തന്നെയായിരുന്നു അന്ന് വസുത ധരിച്ചിരുന്നതായിട്ടും കനകം മുൻപ് കണ്ടിരുന്നത്. ഉത്സവ സ്ഥലത്ത് വെച്ച് വസുതയുടെ ചെരുപ്പ് പൊട്ടിയിരുന്നു. ഇതേപോലെ പിന്നുകുത്തിയാണ് വസുതയും ചെരുപ്പിട്ടിരുന്നത്. ഈ ചെരുപ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് അയാളെ തല്ലും. എവിടെ നിന്ന് കിട്ടിയെന്ന് അയാൾ തുറന്നു പറയുകയാണ്. ആ സ്ഥലത്തേക്ക് അയാളെയും കൂട്ടി കനകവും ടീമും എത്തും. അത് കാടിനുള്ളിലെ ഒരു ആറിന്റെ കരയിലായിരുന്നു. ചെരുപ്പ് കിട്ടിയ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സാംബശിവനാണെങ്കിലോ ആ ആറ് മുഴുവനൊന്ന് ഇറങ്ങി തപ്പുവാനായിട്ട് പറയും. അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചിട്ടും ഒന്നും തന്നെ കിട്ടിയതേയില്ല. എന്നാൽ അതേസമയം തന്നെയായിരുന്നു അവിടെ ഒരു ടവർ പോലെ സ്ഥാപിച്ചിരിക്കുന്നത് കനകം കാണുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സിമന്റിന്റെ കല്ലിലും ഇതേ ചെരുപ്പിന്റെ അടയാളവും ഉണ്ടായിരുന്നു. അവിടെ നട്ടിരുന്ന ചെടികളും ഉണങ്ങി നിൽക്കുന്നതായിട്ട് കനകം ശ്രദ്ധിക്കുന്നു. ഈ സ്ഥലം കുഴിച്ചു നോക്കുവാനായിട്ടും കനകം പറയും. അങ്ങനെ കുഴിച്ചു നോക്കുന്ന സമയത്ത് അവിടെ നിന്നും ചന്ദ്രികയുടെ, അതായത് സഹസ്രയുടെ ഡെഡ് ബോഡി കിട്ടുകയാണ്. ഡെഡ് ബോഡി കണ്ടതും കനകമാണെങ്കിൽ ആകെ തകർന്നു പോവും. അവൾ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നതും. അങ്ങനെ കനകം കേസ് തെളിയിച്ചിരിക്കുകയാണല്ലോ. കുറെ നാളുകൾക്ക് ശേഷം ജയിലിൽ കിടക്കുന്ന വസുതയെ കാണുവാൻ വേണ്ടിയിട്ട് കനകം എത്തുകയാണ്. എന്തിനാ നിങ്ങൾ ചന്ദ്രികയോട് അങ്ങനെ ചെയ്തതെന്ന് കനകം ചോദിക്കുമ്പോഴും അതൊരിക്കലും താൻ പറയത്തില്ല. തനിക്കിവിടെ സമാധാനമാണെന്നും ഞാൻ ഇവിടെ ചെയ്ത് തെറ്റോർത്ത് ഒരിക്കലും എനിക്ക് സങ്കടവുമില്ല, ഇവിടെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ജീവിക്കുമെന്നും വസുത പറയുന്നു. അത് കേട്ട് ദേഷ്യമെന്ന കനകമാണെങ്കിൽ, നിങ്ങളുടെ പേര് വസുതയല്ലല്ലോ, മേരിയല്ലേ എന്ന് പറയും. അത് കേട്ടതും അവർ ഞെട്ടിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ മേരി ആരാണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്ന മേരി ആ വീട്ടിലെ പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയും അയാളാൽ ഗർഭിണിയാവുകയും ചെയ്തു. അതിനുശേഷം അയാൾക്ക് മേരിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. മേരിയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് അയാൾ. എന്നാൽ പൂർണ്ണ ഗർഭിണിയായ മേരിയെ ഉപേക്ഷിച്ച് അയാൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അയാളാണെങ്കിൽ സ്മഗ്ലിംഗ് നടത്തുകയാണ്. എന്നാൽ മേരിക്ക് പ്രസവ വേദന വരികയും മേരിക്കൊപ്പം എപ്പോഴും കൂട്ടി നിൽക്കുന്ന രാജു എന്ന പയ്യനാണ് മേരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ മേരി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ഡോക്ടർ പറഞ്ഞതും. അതേസമയം തന്നെയായിരുന്നു മേരിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ട വാർത്തയും മേരി അറിയുന്നത്. മേരിയുടെ ഹസ്ബൻഡിന് സ്മഗ്ലിംഗ് ആണല്ലോ ജോലി. പോലീസ് അവരെ ചേസ് ചെയ്യുകയും സ്പീഡിന് കാർ ഓടിച്ചതുകൊണ്ട് തന്നെ ആക്സിഡന്റായി കാർ ബ്ലാസ്റ്റായി മരണപ്പെട്ടു പോവുകയാണ് ചെയ്തതും. കുഞ്ഞും പോയി, ഭർത്താവും പോയി. അതോടുകൂടി ആകെ തകർന്നു പോവുകയാണ് മേരി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മേരിയുടെ ജീവിതം വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു ദിവസം ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന രാജു അവിടെ ഇരുന്ന് രണ്ടുപേർ സംസാരിക്കുന്നതെന്നും ഒരു കാര്യം പറഞ്ഞു. മേരി പ്രസവിച്ച അതേ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ കുട്ടികൾ മരിച്ചുപോയി എന്ന് പാരന്റ്സിനോട് കള്ളം പറയും. എന്നിട്ട് ആ കുട്ടികളെ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങലാണ് ആ ഹോസ്പിറ്റലിൽ നടക്കുന്നതെന്നുള്ള കാര്യം അവിടെ ഇരുന്ന് സംസാരിക്കുന്ന രണ്ടുപേർ വഴി അറിയുകയാണ്. അത് കേട്ട് രാജുവാണെങ്കിൽ നേരെ പോകുന്നത് അതേ ഹോസ്പിറ്റലില് മേരിക്ക് പ്രസവമെടുത്ത ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഡോക്ടറിനെ ഒരുപാട് തല്ലുന്നു. എവിടെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചാണ് രാജു തല്ലുന്നതും. എന്നാൽ ഡോക്ടറാണെങ്കിൽ സത്യം പറയുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. രാജുവിനെ പിടിച്ച് പുറത്താക്കുന്നു. അതേസമയം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കമ്പൗണ്ടർ ആണെങ്കിൽ ഒരു പേപ്പർ എഴുതി കൊണ്ടുവന്ന് രാജുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ആ പേപ്പറിൽ മേരിയുടെ
കുഞ്ഞിനെ കൊണ്ടുപോയവരുടെ അഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പേപ്പറുമായിട്ട് മേരിക്കടുത്തേക്ക് എത്തുന്ന സമയത്തായിരുന്നു മേരി മാർക്കറ്റിലേക്ക് പോയി എന്ന കാര്യം രാജു അറിയുന്നതും. അങ്ങനെ മേരിയെ തിരക്കി മാർക്കറ്റിലെത്തുമ്പോഴോ മേരി എത്ര തന്നെ രാജു വിളിച്ചിട്ടും കേൾക്കാതെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു രാജുവിനെ ഒരു ലോറി വന്ന് തട്ടുന്നതും രാജുവിന് ആക്സിഡന്റ് ആകുന്നതും. രാജുവിന്റെ കാലിൽ കൂടി ലോറി കയറി ഇറങ്ങിയിരുന്നു. അവിടെ നടക്കുന്ന ബഹളം കേട്ട് മേരി ഓടി വരുമ്പോൾ ആക്സിഡന്റായി കിടക്കുന്ന രാജുവിനെയാണ് കാണുന്നത്. രാജു മേരിയുടെ കയ്യിൽ ആ ഒരു പേപ്പർ കൊടുക്കുന്നു. ഈ ഒരു അഡ്രസ്സിൽ നിന്റെ കുഞ്ഞുണ്ടെന്നും രാജു പറയുന്നു. അങ്ങനെ മേരിയാണെങ്കിൽ ആ ഒരു അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് യഥാർത്ഥത്തിൽ ചന്ദ്രികയുടെ വളർത്തച്ഛന്റെയും അമ്മയുടെയും വീട്ടിലേക്കായിരുന്നു. അവിടെ അവരുടെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടക്കുകയായിരുന്നു. അവിടേക്ക് എത്തുന്ന മേരിയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. ഇത് ചന്ദ്രികയുടെ അച്ഛൻ കാണുകയും കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയും ചെയ്തു. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് വസുധ, എനിക്ക് ആരും തന്നെയില്ല, എന്റെ കുഞ്ഞും മരണപ്പെട്ടു പോയി, എന്നെ ഇവിടെ ജോലിക്ക് നിർത്തുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവരാണെങ്കിൽ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടിയിട്ട് വസുധ എന്ന പേരിൽ മേരി അവിടെ നിർത്തുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സ്വന്തം കുഞ്ഞിനെ പോലെയാണ് മേരി ആ ചന്ദ്രികയെ വളർത്തിയിരുന്നതും. ചന്ദ്രികയെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് വസുധ എന്ന പേരിൽ മേരി ചന്ദ്രികയുടെ വീട്ടിലെത്തിയതെന്ന് കനകം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ചന്ദ്രികയുടെ അച്ഛനെയും അമ്മയും കണ്ട് ആ ഒരു കാര്യം അവൾ ചോദിക്കുന്നു. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ മകളല്ല ചന്ദ്രിക എന്നുള്ള കാര്യം വസുധയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നാണ് ചന്ദ്രികയുടെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ അറിയാമെന്ന് ചന്ദ്രികയുടെ അമ്മയും പറഞ്ഞു. എന്തെന്നാൽ ചന്ദ്രികയുടെ അമ്മയുടെ കൂടെ വർഷങ്ങളായിട്ട് വസുധ ഉള്ളത് കൊണ്ട് തന്നെ ചന്ദ്രികയുടെ അമ്മയ്ക്ക് വസുധയെ നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വസുധയ്ക്കൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ എല്ലാ സത്യങ്ങളും വസുധയോട് തുറന്നു പറഞ്ഞു. മാത്രവുമല്ല ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കുഞ്ഞിനെ ദത്തെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഒരുപാടായതിൽ പിന്നെ സ്വാമിയെ കണ്ട് കുഞ്ഞിന്റെ ജാതകം നോക്കി. സ്വാമി പറഞ്ഞത് ഈ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് തന്നെ പ്രശ്നങ്ങളായിരിക്കും. മാത്രമല്ല ഈ കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മയായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാമെന്ന് സ്വാമി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കയ്യിലുള്ള കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുത്ത് മാറ്റിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലതെന്നും സ്വാമി പറഞ്ഞിരുന്നു. അവരാദ്യം ദത്തെടുത്ത കുഞ്ഞിനെ അതേ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്നും മറ്റൊരു കുഞ്ഞിനെ വാങ്ങുകയാണ് ചെയ്തത്. അത് ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും ഞങ്ങളും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ആ കുഞ്ഞാണ് ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. അവൾക്ക് ഞങ്ങൾ ചന്ദ്രിക എന്ന് പേരിട്ടു. അവൾ വന്നതിൽ പിന്നെ ഞങ്ങൾക്ക് നല്ല കാലമായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി, ബിസിനസ്സൊക്കെ സക്സസ് ആയി എന്നുള്ള കാര്യവും ചന്ദ്രികയുടെ അമ്മ പറയും. അത് കേട്ടതും വസ്തുത ഞെട്ടിപ്പോകുന്നു. കാര്യം ഇത്രയും വർഷം സ്വന്തം മകളാണെന്ന് കരുതി വളർത്തിയത് മറ്റേതോ കുഞ്ഞിനെയാണെന്ന് അറിഞ്ഞതോടുകൂടി വസുധ, അതായത് മേരി, ആകെ തകർന്നു പോകുന്നു. തന്റെ ജീവിതമേ നശിച്ചു പോയി. ഇത്രയും നാൾ താൻ എന്തിനു വേണ്ടിയിട്ടാ കാത്തിരുന്നത് എന്നൊക്കെ വസുധ ചിന്തിക്കുന്നു. വസുധയ്ക്ക് അങ്ങനെ ചന്ദ്രികയുടെ അച്ഛനോടും അമ്മയോടും ചന്ദ്രികയോടും വല്ലാത്ത ദേഷ്യമായി. അവരോട് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രികയെ കൊന്നുകളഞ്ഞതും. ഈ ഒരു സത്യമെല്ലാം കനകം കണ്ടുപിടിച്ചിരിക്കുകയാണ്. താൻ കണ്ടുപിടിച്ച സത്യങ്ങളെല്ലാം മേരിയോട് കനകം തുറന്നു പറഞ്ഞല്ലോ. അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മേരി. നിങ്ങൾക്ക് എങ്ങനെ തോന്നി മറ്റൊരു പെൺകുഞ്ഞിനോട് അത് ചെയ്യാൻ? നിങ്ങളും ഒരു അമ്മയല്ലേ? നിങ്ങളുടെ കുഞ്ഞിന്റെ അതേ പ്രായം തന്നെ ആയിരിക്കുമല്ലോ അതിനും കാണുന്നത്. ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്നും അവൾ പറയുന്ന സമയത്താണ് അത് കേട്ട് മേരി ചിരിക്കുകയാണ് ചെയ്തത്. എനിക്കെന്തായാലും ഒരു കുഴപ്പവുമില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സമാധാനത്തോടു കൂടി ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് പറയുന്ന സമയത്തായിരുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി കനകം പറയുന്നത്. സത്യത്തിൽ നിങ്ങളുടെ മകൾ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ എടുക്കുകയാണ്. അത് കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. മേരിയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ആ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നീയും എല്ലാവരെയും പോലെ എന്നെ പറ്റിക്കുകയല്ലേ എന്ന് മേരി ചോദിക്കുന്നു. എന്നാൽ കനകമാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് വായിക്കുവാനായും തുടങ്ങി. ഏത് ഹോസ്പിറ്റലിലേക്കാണ് മേരിയെ കൊണ്ടുവന്നതെന്നും ഏത് ഡേറ്റിനാണ് മേരി വന്നതെന്നും എത്ര മണിക്കാണ് മേരി പ്രസവിച്ചതെന്നും പെൺകുഞ്ഞിനെയാണ് മേരി പ്രസവിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കനകം വായിക്കുന്നു. പക്ഷേ കുഞ്ഞെവിടെയാണ് ഉള്ളതെന്ന് മാത്രം പറഞ്ഞില്ല. അത് കേട്ടതും മേരി ഷോക്കായി പോകുന്നു. എവിടെയാ എൻ്റെ കുഞ്ഞ്? ഞാൻ നിന്റെ കാല് പിടിക്കാം, എൻ്റെ മകൾ എവിടെയാണെന്ന് നീ ഒന്ന് പറഞ്ഞതാ, എനിക്ക് എൻ്റെ മകളെ കാണണമെന്ന് പറഞ്ഞ് മേരി കെഞ്ചുന്നു. എന്നാൽ കനകം പറയുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റിന് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നിങ്ങളുടെ മകൾ ആരാണെന്നുള്ള സത്യം നിങ്ങളോട് തുറന്നു പറയാത്തത്. നിങ്ങളുടെ മകൾ ആരാണെന്നുള്ളത് ഈ ലോകത്ത് എനിക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്നിൽ കൂടി തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ പേപ്പറാണെങ്കിൽ വലിച്ചു കീറി കളയുന്നു. അത് കണ്ടതും മേരി ഒരു ഭ്രാന്തിയെ പോലെ അലറുകയാണ്. മേരിയാണെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എൻ്റെ മകൾ ആരാണെന്ന് എന്നോട് തുറന്നു പറയ് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. എന്നാൽ കനകമാണെങ്കിലോ അവിടെ നിന്നൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു പോവുകയാണ് ചെയ്യുന്നത്. മേരിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് കനകം കൊടുത്തിരിക്കുന്നത്. മേരി ഈ കാര്യം ആലോചിച്ച് മേരിയുടെ സമാധാനം കളഞ്ഞാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജയിലിൽ മേരി ജീവിക്കാൻ പോകുന്നത്. അത് തന്നെയാണല്ലോ ചെയ്ത തെറ്റിന് മേരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയും. എന്നാൽ കനകം മനസ്സിൽ കരുതുന്നു, മേരി ചെയ്ത തെറ്റിന് മേരി മാത്രമല്ല എന്ന് അനുഭവിക്കുന്നത്, ഞാനും കൂടിയാണെന്ന്.
അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ മേരിയുടെ മകൾ മറ്റാരുമല്ല, കനകം തന്നെയാണ്. അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയൊരു പെട്ടി കനകമെടുത്ത് നോക്കിയിരുന്നു. അതിൽ കനകത്തിന്റെ കുഞ്ഞിലത്തെ ഡ്രസ്സും കളിപ്പാട്ടങ്ങളും വളയും ഒക്കെയായിരുന്നു ഇരുന്നത്. എന്നാൽ അതിൽ ഒരു പേപ്പർ കൂടി ഇരിക്കുന്നത് കനകം ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്താണ് കനകം ഞെട്ടിപ്പോകുന്നത്. താൻ തന്റെ അച്ഛന്റെയും അമ്മയുടെയും യഥാർത്ഥ മകളല്ല എന്നും തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്നും ദത്തെടുത്തതാണെന്നും അവൾക്ക് മനസ്സിലായി. ഏത് ഹോസ്പിറ്റലിനെ കുറിച്ചാണോ ഒരു പേപ്പറിൽ പരാമർശിച്ചിരിക്കുന്നത്, അതേ ഹോസ്പിറ്റൽ തന്നെ എത്തി പഴയ ഫയലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് കനകം. അതിൽ നിന്നും അവൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ചന്ദ്രികയുടെ അച്ഛനും അമ്മയും ആദ്യം ദത്തെടുത്തത് കനകത്തിനെയായിരുന്നു. കനകത്തിനെ ദത്തെടുത്തതിൽ പിന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് സ്വാമി പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അതേ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും. അങ്ങനെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് മറ്റൊരു കുഞ്ഞിനെ അവർ എടുത്തുകൊണ്ടുപോയി. ആ കുഞ്ഞാണ് ഇപ്പോൾ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രികയും. കനകത്തിന്റെ മറ്റൊരു അച്ഛനും അമ്മയും വന്ന് ദത്തെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ കനകം തന്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് അന്വേഷിച്ചിറങ്ങി. തന്റെ യഥാർത്ഥ അമ്മ മേരിയാണെന്ന് കനകം കണ്ടുപിടിക്കുകയും ചെയ്തു. താനാണ് മേരിയുടെ മകളെന്ന സത്യം തുറന്നു പറയാതെ മേരിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തിട്ടാണ് കനകം നടന്നു പോകുന്നതും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കനകം ഇപ്പോൾ പുതിയ കേസൊക്കെ തെളിയിക്കാനുള്ള തിരക്കിലാണ്. അതേ സമയത്തായിരുന്നു കനകത്തിനൊരു കോൾ വരുന്നതും. കോൾ എടുത്ത കനകത്തിനോട്, എവിടെ എന്റെ മകൾ എവിടെ, എന്നോട് സത്യം തുറന്നു പറ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേ സമയമായിരുന്നു ടി വിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ചന്ദ്രിക കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന മേരി ജയിലിൽ ചാടിയെന്ന്. ആ ന്യൂസ് കണ്ടതും കനകം ഞെട്ടിപ്പോകുന്നു. തന്നെ വിളിച്ചത് മേരിയാണെന്നുള്ള കാര്യം കനകത്തിന് മനസ്സിലായി. അതേസമയം മേരിയെ കാണിക്കുന്നു. മേരി ഒരു ബൂത്തിൽ നിൽക്കുകയാണ്. പക്ഷേ മേരിക്കൊപ്പം ഒരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, പ്രസിഡന്റ് തന്നെയാണ്. അതോടെ കോൺസ്റ്റബിൾ കനകത്തിന്റെ മൂന്നാം പാർട്ടിനുള്ള സൂചനയും തന്നുകൊണ്ട് കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.